ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പൈച്ചാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആ പ്ലേലിസ്റ്റിലെ സെക്കൻഡ് വീഡിയോ കാണുക, അതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പൈച്ചാമിൽ നമുക്ക് ബേസിക് പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യുക എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പൈച്ചാം എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണം, ഫയലിന് നെയിം കൊടുക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്റ്റ് പ്രൊജക്റ്റ് വിൻഡോ ആയിട്ട് തന്നെയാണ്. അതായത് ഒരു മെയിനായിട്ടൊരു ഫയൽ ഉണ്ടാവും. ആ ഫയലിലേക്കാണ് ഞാൻ എൻ്റെ കോഡുകൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൈത്തൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സിംപ്ലിസിറ്റിയാണ്. അതായത് അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. മറ്റേ ജാവ CPP ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണെങ്കിൽ ടൈം കൺസ്യൂം ആണ്. കോഡ് വളരെ സിമ്പിളായിരിക്കും. ഇതൊക്കെയാണ് പൈത്തൻ്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്റ് ഹലോ വേൾഡ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രിൻ്റ് നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഞാനിവിടെ കോഡ് റൺ ചെയ്തിട്ടുണ്ട്, കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് മെയിൻ എന്ന് പറഞ്ഞ് റൺ ചെയ്യുക. അതർവൈസ് യു ക്യാൻ ഗോ ടു ദിസ് ബട്ടൺ, ദെൻ റൺ പ്രോഗ്രാം വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ഞാൻ അഗൈൻ സേവ് ചെയ്തു. ദെൻ അഗൈൻ റൺ ദാറ്റ് പ്രോഗ്രാം വിൽ ഗെറ്റ് ദ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് CPP ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കോഡുകൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതായത് #include std.h അതുപോലെ തന്നെ മെയിൻ കൊടുക്കണം, printf കോഡ്സ് എല്ലാം തന്നെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിനകത്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം നോക്കുക. ഞാനിവിടെ ഒരു വേരിയബിൾ, നമുക്കറിയാം വേരിയബിൾ എന്താണെന്നറിയാം. വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ് ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ചെയ്യുന്നത്. ദ റിസർവ്ഡ് മെമ്മറി ലൊക്കേഷൻ ടു സ്റ്റോർ വാല്യൂ. നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്തും ആയിക്കോട്ടെ, ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുക എന്നതാണ് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സം സ്പേസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചറിയുന്ന കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പുകളുണ്ട്. അത് മെയിനായിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ടൈപ്പുകൾ നമ്മൾ ഒന്നെങ്കിൽ പൈത്തണിൽ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. നമ്പർ അഗൈൻ ഡിവൈഡ് ഇൻടു ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അഗൈൻ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സ്ട്രിങ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 കോഡ്സ് കൊടുത്തു. സിംഗിൾ കോഡ്സിൽ ഇടുകയാണെങ്കിലും അതുപോലെ തന്നെ ഡബിൾ കോഡ്സിൽ ഇടുകയാണെങ്കിലും സ്ട്രിങ് ആയിട്ടായിരിക്കും പൈത്തൺ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അഗൈൻ അടുത്ത ഒരു ടൈപ്പാണ് ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ബൂളിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന 2 എണ്ണമാണ്. ഒന്ന് ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കുക, ഇതിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഫാൾസ് എന്നാണ്. അപ്പോൾ ഇതൊരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പുണ്ട്, അതും എന്താണ് ബൂളിയനാണ്. ബൂളിയൻ ഡാറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ട്രൂ 1ഉം 0ഉം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിനൊരു അസൈൻ ചെയ്തിരിക്കുകയാണ്. 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. ദെൻ b ഈക്വൽ ടു 11 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ദെൻ അഗെയിൻ I want to print A and B, so we can write print A. കൊടുക്കുന്ന സമയത്ത് ഞാൻ അഗൈൻ സേവ് ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു സാധനം എൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. A ഈക്വൽ ടു 10 ആണ്, B ഈക്വൽ ടു 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അഗൈൻ ഞാനിവിടെ B കൊടുക്കുന്നു. ദെൻ B കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം 2 വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. A ഈക്വൽ ടു 10ഉം B ഈക്വൽ ടു 11 ആണ്. തീർച്ചയായിട്ടും പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും, 2 വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും. A ഈക്വൽ ടു 10ഉം അതുപോലെ തന്നെ B ഈക്വൽ ടു 11ഉം പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് A ഈക്വൽ ടു 13 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ വി ക്യാൻ ഗെറ്റ് ദ ആൻസർ ഈസ് 13. സോ പൈത്തണിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക.
അതായത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വാല്യൂ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഒരു മാനറിലായിരിക്കും പൈത്തണിൽ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് എത്രയാണ് 13 ആണ് കൊടുത്തത്, തീർച്ചയായിട്ടും അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടാവുക 13 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ആ പൈത്തണിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതായത് പൈത്തൺ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എഗൈൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 10 പോയിൻ്റ് ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതിന് എഗൈൻ ഞാൻ പറഞ്ഞു കൊടുക്കാൻ 10.77 കൊടുക്കുന്ന സ്ഥലം എഗൈൻ വിൽ ഗെറ്റ് ഇത് 10.77. അതായത് ഫ്ലോട്ട് വാല്യൂ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഫ്ലോട്ട് വാല്യൂ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും പൈത്തൺ അങ്ങനെ എടുക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും ഡയറക്റ്റ് എടുക്കുന്നുണ്ടാവുക. സോ ഇനി നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ വേരിയബിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നേരിട്ട് തന്നെ, അതായത് എങ്ങനെയാണ് നമുക്കൊരു ഇൻപുട്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നെയിം എൻ്റർ ചെയ്തിരിക്കുന്നു. ദെൻ ഒന്ന് ആൻസർ എന്താ കിട്ടിയത്, ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളിത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് നമുക്ക് യൂസർക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻപുട്ട് ഓഫ് കോഡ്സിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എന്താണ്, ആ ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന A = ഇൻപുട്ട് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ പ്രിൻറ്റ് ഓഫ് A എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് എൻ്റർ യുവർ നെയിം ചോദിച്ചിട്ടുണ്ട്. മൈ നെയിം ഈസ് അബി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ get the output is Abhi. Okay, so these are the syntax of the input format. These are the syntax. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. A = ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം. ദെൻ അടുത്ത കൊടുത്തിട്ടുണ്ട്. ദെൻ printf എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു സാധനം ഇവിടെ ചെയ്യുകയാണ്. ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തു. ദെൻ അഗെയിൻ പ്ലസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും എൻ്റർ യുവർ നെയിം അബി എന്ന് പറഞ്ഞ കൊടുത്തു. ഹായ് അബി. ഓക്കെ, വി ക്യാൻ ആഡ് സം സ്പേസ് ഹിയർ. സോ അഗെയിൻ റൺ ദാറ്റ് പ്രോഗ്രാം. വിൽ ഗെറ്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് അബി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും ഹായ് അബി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി ആണ് പൈത്തണിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി ആണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. നമ്മൾ സ്ട്രിങ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വൈ? ബിക്കോസ് ദാറ്റ് എൻക്ലോസ്ഡ് ബൈ ഡബിൾ കോട്ട്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. ദെൻ അനദർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാതാണ്, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററോട് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കൺകാറ്റിനേഷൻ ചെയ്യാൻ പറ്റും. അതായത് പ്ലസ് എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കൺകാറ്റിനേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിങ് കൺകാറ്റിനേഷനും കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മളൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. ദെൻ ടൈപ്പ് കൺവേർഷൻ കാര്യങ്ങളും അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു സാധനം നമ്മൾ പറയാൻ പോകുന്നത് അരിത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സുകൾ നമുക്ക് പൈത്തണിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാനിവിടെ A = 10 കൊടുത്തിട്ടുണ്ട്. ദെൻ B = 5 കൊടുത്തിട്ടുണ്ട്. ദെൻ C = 9 കൊടുത്തിട്ടുണ്ട്. ദെൻ അഗൈൻ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ C = ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. A + B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അഗൈൻ C = then D = A - B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ E എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ടുണ്ട്. E = A/B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ F എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എടുത്തിട്ടുണ്ട്. A/B എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ആൻസറുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് കൊടുക്കാം. പ്രിൻറ്റ്
പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുക. ആഡ് എന്ന് പറഞ്ഞാൽ കോഡ്സിൽ ഞാൻ കൊടുത്തിരിക്കുന്നു. എ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്തു. നമുക്ക് നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ആഡ് തന്നിരിക്കുന്നത് അഡീഷൻ എന്ന് പറഞ്ഞാൽ സി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ദെൻ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിൻ്റ് സബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കോഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ സബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ വാല്യൂ ഡി ആണ്. ദെൻ അടുത്ത വാല്യൂ കൊടുത്തിട്ടുണ്ട് പ്രിൻ്റ് div കൊടുത്തിട്ടുണ്ട്. div ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിൻ്റ് div കോഡ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിവും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എഫ് കൊടുക്കുന്ന സമയത്ത് വി ക്യാൻ ഗെറ്റ് ദ ആൻസർ ഈസ് കെ can separated by comma k. Okay, again and run that program. We'll get the answer is addition add equal to 15, subtraction equal to 5. div നമ്മൾ കിട്ടിയിരിക്കുന്നത് ഫ്ലോട്ടിങ്ങിലാണ്, അതായത് ഫ്ലോട്ട് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അഗൈൻ എഫ് ഇക്വൽ ടു എന്താണോ അതിൻ്റെ 10/50 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ക്യാൻ റൈറ്റ് ദാറ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് പൈത്തണിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഇങ്ങനെ കുറച്ച് വാല്യൂ എടുത്തിട്ട് ചെയ്ത് നോക്കുക. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അഗൈൻ ഞാനിവിടെ പറഞ്ഞ് അടുത്തൊരു ഓപ്പറേറ്ററാണ് h equal to 10 മോഡുലോ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദറ്റ് മീൻസ് 5. ഓക്കെ, എ മോഡുലോ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു പ്രിൻറ്റ് mod comma h. So again run that program. It's error printf. Okay. Again run that program. We'll get 10 modulo 5 equal to എത്ര കിട്ടുക? 0 ആണ്. ഓക്കെ, ഞാൻ 1 കൊടുക്കുകയാണ്. 1 കൊടുക്കുന്ന സമയത്ത് അഗൈൻ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഗെറ്റ് മോഡുലോ 1 കിട്ടും. ദാറ്റ് മീൻസ് റിമൈൻഡർ ദാറ്റ് വാല്യൂ എത്രയാണോ അത് കിട്ടാൻ വേണ്ടിയാണ് മോഡുലർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കുക, വാല്യൂ കൊടുക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഉണ്ട്, എന്താണോ സ്ട്രിങ്, എന്താണ് ഡാറ്റ ടൈപ്പ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.